Greetings to you all in the precious and blessed name of our Lord and Savior Jesus Christ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊള്ളുന്നു. I hope you are all doing great. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I also bring greetings to you from the Bangalore Church of Christ. ബാംഗ്ലൂരിലുള്ളതായ കർത്താവിന്റെ സഭയിലെ ആൾക്കാരുടെ അന്വേഷണം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. So today so the plan was to study about one character in the Bible. വേദപുസ്തകത്തിലെ ഒരു കാര്യമാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. So the character is going by the name Samuel. ശമൂവേലിനെ സംബന്ധിച്ചുള്ളതായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. So this is going to take a quick 10 minutes, not more than that. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ സംസാരം നിർത്തിക്കൊള്ളാം. So beginning with, so is this going to be like a short character study in general? ഒരു സ്വഭാവ വിശേഷതയെക്കുറിച്ചാണ് പഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. So I will be asking you a few questions, so I want you to interact with me. ഞാൻ ചിലപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കും, അതിന് മറുപടി നിങ്ങൾ പറഞ്ഞാൽ കൊള്ളാം. And there will be few verses which you can also read it for me in Malayalam. മലയാളത്തിലെ വേദപുസ്തകം വായിക്കുന്നത് നന്നായിരിക്കും. Okay. So first thing is, what do we know about Samuel is, what does the name Samuel mean? ശമൂവേലിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ശമൂവേലിന്റെ വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. So anyone who is aware of what does the name Samuel mean? ശമൂവേലിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ്? ശമൂവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? So anyone ആർക്കെങ്കിലും പറയാമോ ശമൂവേൽ എന്ന വാക്കിന്റെ അർത്ഥം? Okay, so let's read it from the book of 1 Samuel, chapter 1, verse 20. 1 ശമൂവേൽ 1:20 പറയുന്നു. വായിക്കാം ബെൽസൺ. 1:20. 1 Samuel, chapter 1, verse 20. 1:20. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. So in English we see that it is mentioned as asked of God. ഞാൻ ദൈവത്തോട് ചോദിച്ചു, and that is the meaning of the name Samuel. അതുകൊണ്ടാണ് അവനെ ശമൂവേൽ എന്ന് പേരിട്ടത്. So do we know who his parents are? അവന്റെ മാതാപിതാക്കൾ ആരാണെന്ന് അറിയാമോ? You can answer if you know the answers. അവന്റെ മാതാപിതാക്കളുടെ പേരെന്താണെന്ന് അറിയാമോ? Hannah, okay, and Elkanah. All right. So if you see his parents, Samuel's parents were Elkanah and Hannah. ഹന്നായും എൽക്കാനയും ആയിരുന്നു ശമൂവേലിന്റെ മാതാപിതാക്കള്. And Elkanah was married to Hannah as well as someone known as Peninnah. പെനിന്ന എന്ന് പറയുന്നതായ ഒരു സഹോദരിയുടെ ഭാര്യ ആയിരുന്നു. And so if you look at Elkanah, Peninnah had children. പെനിന്നയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. But Hannah did not have children. ഹന്നായ്ക്ക് മക്കളുണ്ടായിരുന്നു. So when you go through the verses 11 to 18, the first 11 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. So you can see how Hannah prays to God. ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു and asks for children. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. So this is just an overview of what the character about their parents, about Samuel's parents. അതാണ് ശമൂവേലിന്റെ മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത്. And now coming to the important characteristics of our character is Samuel. അതുകൊണ്ടാണ് ശമൂവേലിന്റെ ആ സ്വഭാവ വിശേഷതകൾ അവിടെ കാണുന്നത്. So I'm just gonna give you a few verses. You can make a note of it. Since due to shortage of time, there's no need to read all of them. അത് വായിക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. So the first key character is that he was consecrated by his parents. He was declared to God. അവന് ദൈവത്തിന് സമർപ്പിക്കാം എന്നുള്ളതായ ചിന്താഗതിയിലായിരുന്നു അവരുടെ പ്രാർത്ഥന. And you can see that in the first chapter of Samuel. The first chapter of Samuel. 1-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു. So for me, my parents were an example for me to grow in Christ. എൻ്റെ മാതാപിതാക്കൾ ഒരു ഉദാഹരണമാണ്
ഞാൻ ക്രിസ്തുവിൽ വളരുവാൻ തക്കവണ്ണം അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. And likewise, I believe that all you parents out here are looking for your kids to grow in the same manner. അതേപോലെ തന്നെ നിങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാധാരണ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവിൽ വളരുവാൻ തക്കവണ്ണമായിട്ട്. And Hannah is a perfect example of how to be a parent. നല്ല ഒരു മാതാപിതാക്കളുടെ ലക്ഷണമുള്ളവരായിരുന്നു ഹന്ന. So the first characteristic was that he was declared to God by his parents, Samuel. ദൈവത്തിന് മുൻപിൽ അവർ പ്രസ്താവിച്ചു, എനിക്ക് അങ്ങനെ കിട്ടുവാണെങ്കിൽ ആ കുഞ്ഞിനെ ശമൂൽ എന്ന് പേരിടാം. And quickly coming to the next point is that he had a wonderful childhood like that of Christ. മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കാലമായിരുന്നു ശമൂലിന്റെ ചെറുപ്പത്തിൽ. So if you compare the early ages of Jesus Christ and Samuel, you can see it will be in balance. യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രവും ശമൂലിൻ്റെ ജീവചരിത്രവുമായിട്ട് നാം പഠിക്കുന്ന സമയത്ത് ഏകദേശം തുലനം ചെയ്യുന്നതാണ്. And also next point is that he heard God's voice in his boyhood, which is a very young age. ചെറുപ്രായത്തിൽ തന്നെ ശമൂല് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണമായി. And I'm pretty sure that we all know the story where God calls him, but he goes to Eli and says, "Here I am," right? ഏലി എന്ന പ്രവാചകൻ്റെ അടുത്ത് ചെന്ന് താമസിക്കുന്നതായ സമയത്ത് ശമൂല് ചോദിക്കുവാണ്, എന്നെ എന്തിനാ വിളിച്ചതെന്ന്. But later Eli tells him that it is God who is calling him, so please tell, "Here I am." ഏലി പുരോഹിതന് മനസ്സിലായി ദൈവമാണ് അവനെ വിളിച്ചത് എന്ന്. And so this is where the turning point in his life is. So this is the very first time where God is trying to talk to Samuel. ഈ ആദ്യത്തെ പ്രാവശ്യമായിരുന്നു ദൈവം ശമൂലിനെ വിളിച്ചത്. And the next important thing is that we being a Christian, നമ്മൾ ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ we are always supposed to be a person of prayer. നമ്മൾ ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. Because the power of prayer is different. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ശക്തി വലുതാണ്. And in the same manner, Samuel was a man of prayer. ശമൂവേല് പ്രാർത്ഥനാ പുരുഷനായിരുന്നു ദൈവസന്നിധിയിൽ. Can someone please read from 1 Samuel chapter 8 verse 6? 8-ാം അധ്യായം 6-ാം വാക്യം ആരെങ്കിലും ഒരാൾ വായിക്കും. 8 verse 6. 8-ന്റെ ഒന്ന് ശമൂവേൽ 8-ന്റെ. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞു. കാര്യം ശൗമേലിനെ അനിഷ്ടമായി ശൗമേൽ യേശുവിനോട് പ്രാർത്ഥിച്ചു. Okay, so in the ending it says Samuel prayed to the Lord. ദൈവം ശമൂവേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. And one more verse, could you please read from chapter 12 verse 17? 12-ന്റെ 17. I'm sorry, 18, verse 18. I'm sorry. 18. 12-18. ശമൂവേൽ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അന്ന് ഇടിയും മഴയും അയച്ചു. ജനമെല്ലാം യഹോവയെയും ശമൂവേലിനെയും ഏറ്റവും ഭയപ്പെട്ടു. So if you look here, we see that there are various situations which God puts the people through, but Samuel rescues them through prayer. ജനങ്ങള് ശമൂവേൽ പ്രാർത്ഥിച്ചു. ശമൂവേൽ പ്രാർത്ഥിച്ചായ സമയത്ത് വ്യത്യസ്തമായുള്ള രീതിയിൽ ജനങ്ങൾക്ക് അവിടെ പരിതസ്ഥിതി അനുസരിച്ച് കാറ്റും മഴയും ഭയങ്കരമായിട്ടുള്ള രീതി വന്നു. അപ്പോൾ ജനങ്ങൾ ദൈവത്തെയും ശമൂവേലിനെയും പേടിച്ചു. And he was one of the greatest judges of Israel. ഇസ്രായേലിലെ ഏറ്റവും വലിയ ഒരു ന്യായാധിപനായിരുന്നു ശമൂവേൽ. He was a priest. ഒരു മഹാപുരോഹിതനായിരുന്നു. And he was a prophet as well. ഒരു പ്രവാചകൻ കൂടിയായിരുന്നു. So these are the 4 important takeaways that we learn from Samuel's life. ശമൂവേലിന്റെ ജീവിതത്തിൽ ഈ 3-4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. So the first thing, as a prophet, what did Samuel do as a prophet? ശമൂവേൽ ഒരു പ്രവാചകൻ ആയിരുന്നു. So as a prophet, his faithfulness was a rebuke to unfaithfulness of Eli. പ്രവാചകൻ ആയിരുന്ന വിശ്വസ്തനായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസ്തമായുള്ള രീതിയിൽ പ്രവചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് പ്രവാചകന്റെ ജോലി. And throughout his days, what he did was he did the work of a prophet till he passed away. ഒരു പ്രവാചകന്റെ രീതിയിലുള്ളതായ കാര്യങ്ങൾ മാത്രമാണ് ശമൂവേൽ അവിടെ പ്രവചിച്ച് മനസ്സിലാക്കിയത്. And if you look at
during the reign of or during the time of Samuel, they put away idols and defeated the Philistines. ഫെലിസ്തീയരുടെ ഈ വിഗ്രഹങ്ങളെ മുഴുവനും ശമൂവേൽ മുഖാന്തരമായിട്ട് നിഗ്രഹിച്ചു, അതിനെ നശിപ്പിച്ചു. So as a prophet he did his job. പ്രവാചകൻ എന്ന നിലയിൽ ശമൂവേൽ ജോലിയൊക്കെ ചെയ്തു. And as an intercessor, as a mediator. ഒരു മധ്യസ്ഥൻ എന്ന രീതിയിലായിരുന്നു ദൈവത്തിനും ജനങ്ങൾക്കിടയിൽ ശമൂവേൽ പ്രവർത്തിച്ചത്. So as a mediator he made sure that people understood the power of prayer. ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ വല്ലഭത്വം, ശക്തി ദൈവദാസനായിരിക്കുന്ന മധ്യസ്ഥനായിരിക്കുന്ന ശമൂവേൽ മുഖാന്തരം ദൈവത്തിന് അർപ്പിച്ചു. And that is why Samuel was known as a man of prayer. അതുകൊണ്ടാണ് ശമൂവേലിനെ സംബന്ധിച്ച് പ്രാർത്ഥനാ പുരുഷൻ എന്ന് അവിടെ ചിത്രീകരിക്കുന്നത്. And the main important thing that he focuses on is that അവിടെ പ്രത്യേകമായിട്ടവിടെ സംസാരിക്കുന്നത്, it is sin not to pray for others. പാപം നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. And next, the third point is that he was a priest. ഒരു പുരോഹിതനായി. And he was a Levite, okay? ലേവി ഗോത്രക്കാരനായിരുന്നു. And he was not from a descendant of a priest. ലേവ്യക്കാർക്ക് മാത്രമാണ് പുരോഹിതൻ ആയിരിക്കാനുള്ളതായ അർഹതയുണ്ടായിരുന്നു. എങ്കിലും ശമൂവേൽ ഒരു പുരോഹിതനായി. And finally as a judge. മറ്റൊന്നായിട്ട് കാണുന്നു, ഒരു ന്യായാധിപനായി. So if you go through the book of Samuel, towards the end of the time we see that Samuel judged Israel all of his life. ശമൂവേലിന്റെ ജീവിതകാലം മുഴുവനും ഇസ്രായേൽ മക്കളെ ന്യായം വിധിക്കുന്ന വ്യക്തിയായിരുന്നു. Even though it was a theocratic period, ഒരു ദൈവദാസനായിട്ടുള്ള രീതിയിലായിരുന്നു ശമൂവേലിന്റെ പ്രവർത്തനം. The Israelites went from theocracy to monarchy. ഇസ്രായേൽ മക്കള് ദൈവം ഇല്ലാത്തവരായിട്ട് മാറ്റപ്പെട്ടതായ ഒരവസ്ഥയിലേക്ക് മാറി. And that is when he started to prove himself as a judge. അതുകൊണ്ടാണ് ശമൂവേൽ ദൈവത്തിന്റെ മനുഷ്യരുടെ മുൻപിൽ ഒരു ന്യായാധിപനായിട്ട് മാറിയത്. And so that is why he is known as a circuit judge. ഒരു ശരിയായിട്ടുള്ള ന്യായാധിപനായിട്ട് ശമൂവേൽ മാറി. So this is just a very short introduction of Samuel, I would say. ശമൂവേലിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ മുഖവര മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. This is a very deep study actually. ഇതൊരു വലിയ പഠനത്തിനുള്ളതായ പുസ്തകമാണ് ശമൂവേലിനെ സംബന്ധിച്ച്. So the next time you go through the book of 1 Samuel, just understand the history of the book. നിങ്ങൾ തുടർന്ന് പഠിക്കുകയാണെങ്കിൽ ശമൂവേലിന്റെ ചരിത്രങ്ങൾ മുഴുവൻ നമുക്കറിയാൻ സാധിക്കും. So the first 25 chapters of Samuel covers the life of Samuel. ശമൂവേലിന്റെ ജീവിത ചരിത്രം മുഴുവനും ഈ 25 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. So the important takeaway is that we have to be a person of prayer. ഇതിലെ ഏറ്റവും മുഖ്യമായുള്ള ഒരു കാര്യം എന്താ ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ശമൂവേൽ ഒരു പ്രാർത്ഥനാ പുരുഷനായിരുന്നു ദൈവത്തിന്റെ സന്നിധി. And to the youths here I would suggest that turn to your God. ദൈവത്തിന്റെ സന്നിധി, ഇവിടെയുള്ളതായ ചെറുപ്പക്കാരായുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് ദൈവഭാഗത്ത് ഒരു പ്രാർത്ഥന ഉള്ള വ്യക്തിയായിട്ട് മാറുക. Because you never know when the time is right. ഈ കാലം ശരിയല്ലെന്ന് നമുക്കറിയാം. And it is important that you submit yourselves to God. നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. And parents, I would say, പിതാക്കന്മാരോട് പറയാനുള്ളത് is that bring up your child in such a way that they know about God. നിങ്ങൾ പിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശമൂവേലിനെ പോലെ ആ മാർഗത്തിൽ കൊണ്ടുവരിക. And always make sure that you beat your kids. മറ്റുള്ള രീതിയിൽ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ നന്നായി പഠിപ്പിച്ച് ദൈവത്തിന് പറയുന്നതിനുള്ള ശമൂവേലിനെ പോലെ ആക്കി തീർക്കുക. And I would like to end by saying this. ഞാൻ ഈ കാര്യങ്ങളാണ് എനിക്ക് രാവിലെ സമയം നിങ്ങളോട് പറയാനുള്ളത്. And I thank you for giving me an opportunity to talk here. ഇവിടെ അല്പസമയം നിങ്ങളോട് ശമൂവേലിനെ സംബന്ധിച്ച് സംസാരിക്കാൻ സമയം തന്നതിനായിട്ട് ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനാണ്. Thank you so much until we meet again. ദൈവം നൽകിയ ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ദൈവം അനുവദിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ കടന്നു വരാം എന്ന് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. Thank you. ഓക്കെ, താങ്ക് യു. ഒരു പാട്ടിൻ്റെ ഒരു